ഹായ്, അപ്പം നമുക്ക് ഈസി ആയിട്ടൊരു ചിക്കൻ റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് തിരുമ്പി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ ചിക്കനിൽ ഒരുപാട് മസാലയോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞ വലിയ ഉള്ളിയാണ് വേണ്ടത്. വലിയ ഉള്ളി, പിന്നെ കീറി വെച്ച പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, തക്കാളി, പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് ആവശ്യം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരുംജീരകം ഇട്ട് പൊട്ടിക്കാം. പെരുംജീരകം നന്നായിട്ട് പൊട്ടി അതിൻ്റെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ചേർക്കാം. തക്കാളി അതിലേക്ക് ചേർത്ത് തക്കാളി വെന്തുടഞ്ഞ് തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ഗ്രേവി പോലെയായിട്ട് വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ചേർക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് അത്യാവശ്യത്തിനുള്ള മുളക് പൊടി, അതായത് നമുക്ക് എരിവിന് എത്രയാണോ മുളക് പൊടി ആവശ്യമുള്ളത് അത്രയും മുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ഗരം മസാലയും ചേർക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുകയാണ്. നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പോരാത്തത് ഉള്ളി വഴറ്റുമ്പോഴും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി പോരാന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിനൊരു തള വരും. തള വന്ന് നന്നായിട്ട് ഒരു ഗ്രേവി പോലെ ആകുമ്പോൾ നമുക്കിത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ച് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മസാലകളെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പുരളുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. അതിനുശേഷം നമുക്കത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചിക്കനും മസാല എല്ലാം വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അടപ്പ് തുറന്ന് ഇളക്കേണ്ടിയും ഇതാക്കേണ്ടിയും ഒന്നും ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയായി. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.